ചെയ്യപ്പെട്ട വിഷയം തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. അതേസമയം മരണത്തിന് ഉത്തരവാദി ആര് എന്നതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം ഇപ്പോഴും തുടരുകയാണ്. നഗരസഭയുടെ അനാസ്ഥയാണ് കാരണമെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. റെയിൽവേയാണ് ഉത്തരവാദിയെന്നും റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്നും ഡിവൈഎഫ്ഐയും ആവശ്യപ്പെടുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ ഇന്ന് മാർച്ച് നടത്തുന്നുണ്ട്. തോട് വൃത്തിയാക്കാനുള്ള നടപടികൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി നാളെ യോഗം വിളിച്ചിട്ടുണ്ട്. മന്ത്രിമാർ, എംഎൽഎമാർ, മേയർ എന്നിവർക്ക് പുറമെ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ പഴിചാരലുകൾക്കപ്പുറത്തേക്ക് നടപടികളാണ് വേണ്ടത്. ഇന്നിപ്പോൾ എത്ര ധനസഹായം ജോയിയുടെ കുടുംബത്തിന് ലഭിക്കുമെന്ന് നമുക്ക് മന്ത്രിസഭാ യോഗത്തിൽ നിന്നും അറിയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഈ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതും കൂടിയുണ്ടല്ലോ. അശ്വതി, മന്ത്രിസഭായോഗം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യും. നേരത്തെ തന്നെ 2 തവണ മന്ത്രി വി ശിവൻകുട്ടി ജോയിയുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകും, അവിടെ സന്ദർശിച്ച മേയർ ജോയിയുടെ ആശ്രിതരിൽ ഒരാൾക്ക് ജോലി നൽകുമെന്ന കാര്യവും ഉറപ്പു നൽകിയിരുന്നു. അത്തരം കാര്യങ്ങൾ ഇന്ന് മന്ത്രിസഭായോഗം പരിഗണിക്കും. ജോയിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് ഉറപ്പാണ്. ജോലിയുടെ കാര്യത്തിലും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തേക്കും. ഏതായാലും റെയിൽവേ വലിയ സാമ്പത്തിക സഹായമൊന്നും ജോയിക്ക് നൽകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കും. ഇന്നലെ റെയിൽവേ ഡിവിഷണൽ മാനേജറുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ജോയി ശുചീകരണ കരാർ തൊഴിലാളിയാണ്, അതുകൊണ്ട് തന്നെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യത്തിൽ നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് കാര്യമായ സഹായം പ്രതീക്ഷിക്കേണ്ട. സംസ്ഥാന സർക്കാരിന്റെ സഹായമാണ് പ്രധാനമായും ജോയിയുടെ കുടുംബത്തിന് ഇനി ആശ്രയമാവുക. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ആ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മന്ത്രി ഉൾപ്പെടെയുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, അത് മന്ത്രിസഭായോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇന്ന് രാവിലെ 10 മണിക്ക് മന്ത്രിസഭായോഗം ചേരും. ആ യോഗത്തിൽ തീരുമാനമുണ്ടാകാൻ തന്നെയാണ് സാധ്യത. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ജോയിയുടെ മരണത്തിന് ഉത്തരവാദി ആര് എന്നതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം വീണ്ടും ശക്തമായി തന്നെ തുടരുകയാണ് സംസ്ഥാനത്ത്. ആദ്യഘട്ടം മുതൽ അത്തരമൊരു ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു. നഗരസഭയുടെ ഉത്തരവാദിത്തമാണ് മാലിന്യ നിർമ്മാർജ്ജനം, അതുകൊണ്ട് തന്നെ നഗരസഭയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന വിമർശനം ശക്തമാണ്. എന്നാൽ അങ്ങനെയല്ല, റെയിൽവേയുടെ ഭൂമിയിൽ റെയിൽവേയുടെ ഭാഗത്ത് ശുചീകരണം നടത്തേണ്ട ഉത്തരവാദിത്തം റെയിൽവേക്കാണ്. അതിൽ നഗരസഭ പലതവണ ആവശ്യപ്പെട്ടിട്ടും അവർ വീഴ്ച വരുത്തിയതാണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണമെന്ന് നഗരസഭയും സർക്കാരുമൊക്കെ നിലപാടെടുക്കുന്നു. റെയിൽവേക്ക് നേരത്തെ നഗരസഭയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുമൊക്കെ നൽകിയ കത്തുകളും ഉണ്ടായിരുന്നു. ആ കത്തുകളൊക്കെ റെയിൽവേ അവഗണിക്കുകയായിരുന്നു എന്നാണ് പ്രധാനമായും ആരോപണം ഉയരുന്നത്. ഏതായാലും അത്തരം ചർച്ചകൾ ഇപ്പോൾ തുടരുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ സമരങ്ങളും ആരംഭിക്കുകയാണ്. ഇന്ന് ഡിവൈഎഫ്ഐ റെയിൽവേ ആസ്ഥാനത്തേക്ക് ആദ്യഘട്ടത്തിൽ നിന്ന് റെയിൽവേ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം, റെയിൽവേയുടെ അനാസ്ഥയാണ് ഈ ദുരന്തത്തിന് കാരണമെന്ന നിലപാട് ഡിവൈഎഫ്ഐ സ്വീകരിച്ചതാണ്. അതിന്റെ ഭാഗമായി അവർ ഇന്ന് ഈ നഷ്ടപരിഹാരം ഉറപ്പാക്കണം, കുടുംബത്തെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസും സമരരംഗത്താണ്. നഗരസഭയ്ക്കെതിരെയാണ് അവരുടെ പ്രധാന ആരോപണം. നഗരസഭയുടെ വീഴ്ചയാണ് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിച്ചത്. ജോയിയുടെ മരണത്തിന് കാരണവും നഗരസഭയുടെ വീഴ്ചയാണെന്ന ആരോപണമാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസ് ഇന്ന് നഗരസഭയിലേക്ക് മാർച്ച് നടത്തും. അത്തരത്തിൽ ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതൊരു പ്രത്യക്ഷ സമരത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ്. റെയിൽവേക്കെതിരെയും നഗരസഭയ്ക്കെതിരെയും ഇന്ന് സമരങ്ങൾ ഉണ്ടാകും. അതാണ്. എന്തായാലും അരുൺ, തിരുവനന്തപുരത്ത് മഴയുണ്ടോ എന്നൊക്കെ നമ്മളോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, അവധിയുണ്ടോ എന്നൊക്കെ. ഇപ്പോൾ അരുൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ശക്തമായ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ എങ്ങനെയായിരുന്നു തിരുവനന്തപുരത്ത്? അതിന്റെ വിശദാംശങ്ങൾ കൂടി നൽകാമോ?